ഹലോ നമസ്തേ നമസ്കാരം ദിസ് ഇസ് ഫെമിന ഫ്രം Prepwise. അപ്പോൾ നമ്മൾ ഡൽഹിയെയും അതിനുണ്ടല്ലോ വരുന്ന യൂണിവേഴ്സിറ്റികളെയും കോളേജുകളെയും ഒക്കെ തന്നെ ഡീറ്റെയിൽഡ് ആയി കവർ ചെയ്യുന്ന ദില്ലി ചാലോ എന്ന സീരീസിലെ വേറെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇന്ന് നമ്മുടെ കൂടെ മലയാളി ഫ്രട്ടേണിറ്റി, അതായത് ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ മലയാളി ഫ്രട്ടേണിറ്റിയുടെ പ്രസിഡൻ്റായ ദർശന ജോയിൻ ചെയ്യുന്നുണ്ട്. സോ നമുക്ക് വേഗം അതിലേക്ക് തന്നെ കടക്കാം. ഹായ് ദർശന. ഹായ് ഫെമിന. ആദ്യം തന്നെ നമ്മുടെ ഓഡിയൻസിനെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കും. ഓക്കെ, എൻ്റെ പേര് ദർശന. ഞാൻ BA ഓണേഴ്സ് സൈക്കോളജി സ്റ്റുഡന്റ് ആണ്. ലേഡി ശ്രീറാം കോളേജ് ഫോർ വുമണിലാണ് പഠിക്കുന്നത്, യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി. ആൻഡ് നാട്ടില് ഞാൻ എറണാകുളത്താണ്. പിന്നെ ഇപ്പോ മൈത്രിയുടെ പ്രസിഡന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. എങ്ങനെയാണ് മൈത്രിയുടെ പ്രസിഡന്റ് എന്ന ആ ഒരു ഇതിലേക്ക് എത്തിയത്? ചെറുതായിട്ട് ക്വിക്കായിട്ട് പറയാൻ കഴിഞ്ഞില്ല. ഷുവർ. ഞാൻ ഫസ്റ്റ് ഇയർ, എന്റെ കോളേജിലെ ഫസ്റ്റ് ഇയർ മുതലേ മൈത്രിയുടെ ആക്ടിവിറ്റീസ് ആയിട്ട് വളരെ ക്ലോസ്ലി ബന്ധപ്പെട്ട ഒരാളാണ്. ഞാൻ എന്റെ ഒരു ഫസ്റ്റ് ഇയർ ടൈമിൽ ഞാൻ വർക്കിംഗ് സെക്രട്ടറി ആയിരുന്നു മൈത്രിയുടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രസിഡന്റ് സ്ഥാനത്തിലോട്ട് എലക്റ്റഡ് ആയി. അപ്പോ അങ്ങനെയാണ് ആ ജേർണി വരുന്നത്. ഹൗ വാസ് ഇറ്റ്? ഒരു DU സ്റ്റുഡന്റ് എന്നുള്ളതിലുപരി ഇപ്പോൾ ഒരു പ്രസിഡന്റ് കൂടെയാണല്ലോ മൈത്രിയുടേത്. സോ ഹൗ വാസ് ഇറ്റ്? ഹൗ ആർ യു ഏബിൾ ടു രണ്ടും ഒരുമിച്ച് കൊണ്ടുപോവാ? ഇസ് ഇറ്റ് ടു മച്ച് വർക്ക് ഓർ ഇസ് ഇറ്റ് ഫൺ? So working with Maithry is very interesting, and as you said, അത് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉള്ള ഒരു പൊസിഷൻ തന്നെയാണ്. ബട്ട് അഗൈൻ അതിന്റെ റൂട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ടു അണ്ടർസ്റ്റാൻഡ് ഓരോ മലയാളിയും DUല് വരുമ്പോൾ അവർ ആഗ്രഹിക്കുന്നത് എന്താണ്, അവർക്ക് നമുക്ക് എന്തൊക്കെയാണ് ചെയ്തു കൊടുക്കാൻ പറ്റുക, അവരുടെ ഒരു ഫ്രഷേഴ്സ് എന്ന നിലയിൽ തൊട്ട് അവര് DUല് അവരുടെ ലൈഫ് കഴിഞ്ഞ്, അതായത് സ്റ്റഡീസ് കഴിഞ്ഞ് പോകുന്നത് വരെ, ഫെയർവെൽ വരെ, ത്രൂ എവറി സ്റ്റെപ്പ് Maithry is there with them. So it is a hand holding job also. അവരുടെ എല്ലാ സ്റ്റെപ്പിലൂടെ അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഒരു റെസ്പോൺസിബിലിറ്റി ആണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് എ ലോട്ട് ഓഫ് ഫൺ ടു ഡു ദാറ്റ്. അപ്പം ഇതിന് ഒരുപാട് ടീം തന്നെ ഉണ്ടാവില്ല ഇതിന്റെ പുറകില്. ഇറ്റ്സ് ജസ്റ്റ് നോട്ട് യു, റൈറ്റ്? ഇറ്റ്സ് എ ഫാമിലി. മൊത്തമായിട്ട് ഒരുപാട് ആൾക്കാർ ഒരുമിച്ച് വരുന്നതായിരിക്കും. അപ്പം ഇത് കഴിഞ്ഞിട്ടും, അതായത് ഇവിടുന്ന് DUല് പഠിച്ചു കഴിഞ്ഞ ശേഷവും ഹൗ ആർ ദി അലൂമിനി? ആർ യു സ്റ്റിൽ ഓൾ കണക്റ്റഡ്? ആ നെറ്റ്വർക്കിംഗ് ഇപ്പോഴും എക്സിസ്റ്റിംഗ് ആണോ? യെസ്, പണ്ട് DUല് പഠിച്ചവരും അതേപോലെ മൈത്രി ക്യാബിനറ്റ് മെമ്പേഴ്സ് ആയവരും ഒക്കെ വി സ്റ്റിൽ ഹാവ് അവർ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. അപ്പം ആൻഡ് പേഴ്സണലി ഐ ടേക്ക് ഫീഡ്ബാക്ക് ആൻഡ് എന്താ ഗൈഡൻസ് ഫ്രം ദ പ്രീവിയസ് ക്യാബിനറ്റ് മെമ്പേഴ്സ്. കുറെ കാര്യങ്ങൾ ഞാൻ ഇപ്പോഴും അവരുടെ അഡ്വൈസ് ഒക്കെ തേടി പോവാറുണ്ട് കുറെ സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ. സോ ദേ ആർ ഓൾവേസ് കണക്റ്റഡ് and there's something about Maithry, as you said, it's a family. So once you're part of that, then even if you pass out of DU, then you're still connected to that in some way. സോ ഫോർ അവർ ഒരു സപ്പോർട്ട് സിസ്റ്റം ആയിട്ട് ഇത് ഉണ്ടല്ലേ കൂടെ തന്നെ? അതെ അതെ, തീർച്ചയായും. അപ്പൊ ഈ മൈത്രി എന്ന് പറയുന്നത് മലയാളീസിന്റെ, അതായത് കേരളത്തിൽ നിന്നുള്ള സ്റ്റുഡൻസിനുള്ള ഒരു ഫ്രട്ടേണിറ്റി ആണല്ലോ. അപ്പം DUല് തന്നെ ഒരുപാട് കോളേജസ് ഉണ്ട്, അത് പല സ്ഥലങ്ങളിലായിട്ട്, നോർത്ത് ക്യാമ്പസിൽ, സൗത്ത് ക്യാമ്പസിൽ, പിന്നെ പുതുതായിട്ട് ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് വിംഗും ഒക്കെ വരുന്നുണ്ടല്ലോ. അപ്പം ഡൽഹി മൊത്തമായിട്ട് ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്ന ഒരു മഹാപ്രസ്ഥാനമാണ് ഡൽഹി യൂണിവേഴ്സിറ്റി. അപ്പം അതിലേക്ക് ഈ ഒരു ഫ്രട്ടേണിറ്റി, ഈ ഒരു മൈത്രി എന്ന് പറയുന്നത് വരുമ്പോൾ ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് ഇതിനെ കുറിച്ചിട്ട് what can you say about it? Maithry എന്ന് പറയുന്ന fraternity, Malayali fraternity നെ കുറിച്ചിട്ട്, other than apart from what you already told us. Okay, to say in very simple terms, it's a home away from home. So കേരളത്തിൽ നിന്ന് കംപ്ലീറ്റ്ലി വേറൊരു കൾച്ചറിലോട്ട് അല്ലെങ്കിൽ ഒരുപാട് കൾച്ചർ ഷോക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത്. ഡൽഹി എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഹബ് ഓഫ് ഡിഫറെന്റ് പീപ്പിൾ, ഡിഫറെന്റ് ലാംഗ്വേജസ്, ഡിഫറെന്റ് കൾച്ചേഴ്സ്. അപ്പം ആ ഒരു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൈത്രി യു ക്യാൻ സീ ഇറ്റ് ആസ് എൻ അംബ്രല്ല. സോ ബേസിക്കലി നമ്മൾ ഫസ്റ്റ് വരുമ്പോൾ നമുക്ക് ലാംഗ്വേജ് പ്രോബ്ലംസ് ഉണ്ടാവാം, അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് നമ്മൾ പുതിയൊരു സ്ഥലത്തോട്ട് പോകുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്, as you can see, I'm wearing the Maithry merchandise. Okay. Yeah, I was going to ask about it. ഞാൻ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് നോക്കുന്ന സമയത്ത് I have seen this. A lot of hoodies, winter hoodies എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാടുണ്ട്. അതെ. So it says നാട്ടിൽ എവിടെയാ? That's our caption. This is the first thing we ask, right? So അങ്ങനെ ആ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് തുടങ്ങി, then it forms a bond, and finally we're able to help whoever comes to DU in any way that we can. So it's an umbrella organization, I would say. And അതിലിപ്പോ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഫ്രം
കൾച്ചറൽ ആക്ടിവിറ്റീസ് ടു ഒരു കരിയർ സെൻട്രിക് ആയിട്ട് നമുക്ക് അവരെ ഗൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ്, അതേപോലെ അഡ്മിഷൻ ഹെൽപ്പ് ഡെസ്ക്, അങ്ങനെ നോക്കുവാണെങ്കിൽ ഇറ്റ് ഇസ് എ പ്രോസസ്. അവർ ഫസ്റ്റ് ഡൽഹി യൂണിവേഴ്സിറ്റിയിലോട്ട് വരുന്ന സമയത്ത് തൊട്ട് അവർ പോകുന്ന സമയം വരെ എൻറ്റയർ ജേർണിയിൽ മൈത്രി കൂടി ഉണ്ടാവുന്ന ഒരു ഓർഗനൈസേഷൻ ആണ്. സോ ഐ തിങ്ക് I don't know if there is any better way to call Maithry than home away from home. ഈ മൈത്രി ഇത്രയും കാലം ഉണ്ടല്ലോ, ഇത് എന്നാണ് ഇതിന്റെ ഒരു ഹിസ്റ്ററി അല്ലെങ്കിൽ ട്രാജക്ടറി അല്ലെങ്കിൽ ഒരു ഇവോൾവ് ചെയ്തത്, ഇതിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു തരാൻ കഴിയും? ജസ്റ്റ് ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ 2005 ഇതിന്റെ ഒരു സ്റ്റാർട്ടിങ് റൂട്ട്സ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഡൽഹിയിലുള്ള മലയാളികൾ ചുറ്റും കൂടി they wanted to celebrate ഓണം. I mean, why wouldn't we, right? Yeah. So അങ്ങനെ ഒരു കൾച്ചറൽ ഫെസ്റ്റിവൽ നമ്മുടെ ഒരു ഐഡന്റിറ്റിയുടെ ഭാഗമായിട്ടുള്ള ഒരു കാര്യം, അതവിടെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുക, എല്ലാവരുമായിട്ടൊന്ന് കണക്ട് ചെയ്യാൻ പറ്റുക എന്ന് തുടങ്ങിയ ഒരു ഓർഗനൈസേഷൻ ആണ് മൈത്രി. അഗൈൻ മീൻസ് ഫ്രണ്ട്ഷിപ്പ്. സോ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് നിലനിർത്താൻ പറ്റുന്ന ഒരു ഓർഗനൈസേഷൻ ആണ്. സോ ദെൻ ഇറ്റ് ഗ്രൂ ആൻഡ് നൗ we take on a lot of roles and functions that, as you mentioned, it's a lot of responsibility also. അപ്പൊ ഇപ്പൊ അത് വളർന്ന് ഒരുപാട് സ്റ്റുഡൻസും നമ്മൾ 12 ക്യാബിനറ്റ് മെമ്പേഴ്സും ഒക്കെ ആയിട്ട് ഇറ്റ് ഈസ് ഒരുപാട് കാര്യങ്ങളിലോട്ട് നമ്മൾ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ. സോ അങ്ങനെയാണ് അതിന്റെ. I have seen you guys addressing lot of issues. പൊളിറ്റിക്കലി നടക്കുന്ന കാര്യങ്ങളും ഡൽഹിയിൽ അത് ബന്ധിച്ച് നടക്കുന്ന നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിലൊക്കെ നടക്കുന്ന ഒരുപാട് ഇഷ്യൂസ് അഡ്രസ് ചെയ്തത് ഞാൻ when I was going through the posters I have seen it. So I would say kudos to that. And we'll be coming back to that. കുറച്ച് കഴിഞ്ഞിട്ട് you will have to give us glimpse of how that really works. അപ്പൊ അതിന് മുന്നേ ആയിട്ട് ഇതിപ്പോ നോർത്ത് ക്യാമ്പസിലാണല്ലോ ഇത് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റഡ് എന്നതാണ് വാട്ട് ഐ കുഡ് റീഡ്. ഞാൻ വായിച്ച സമയത്ത് കണ്ട് നോർത്ത് ക്യാമ്പസിലാണ് കൂടുതലായിട്ട് ഇതിന്റെ സംഘടന അല്ലെങ്കിൽ യു ഗൈസ് ടേക്ക് അപ്പ് a lot of പരിപാടികളൊക്കെ നടക്കുന്നത് നോർത്ത് ക്യാമ്പസിലാണ് കുറച്ചും കൂടി കോൺസെൻട്രേറ്റഡ് കമ്പയർഡ് ടു സൗത്ത് ബാക്കിയെല്ലാം. ബട്ട് സൗത്ത് അവിടെ നിന്നൊക്കെ സ്റ്റുഡൻസ് എല്ലാം വരാറുണ്ട്. ആൻഡ് ഓൾസോ സൗത്തിൽ സർഗ എന്ന് പറയുന്ന മലയാളി ഫ്രട്ടേണിറ്റി വേറെ തന്നെ ഉണ്ട്. സോ ഹൗ എങ്ങനെയാണ് വാട്ട് മേക്സ് ഇറ്റ് ഡിഫറൻസ് ഓർ വാട്ട് ആർ ദ സിമിലാരിറ്റീസ്? ഹൗ ഡസ് ദിസ് ഹോൾ തിങ് വർക്ക്? ഓക്കെ, സോ മൈത്രി എന്ന് പറയുന്നത് ഡൽഹി യൂണിവേഴ്സിറ്റിയിലുള്ള എല്ലാ മലയാളികൾക്കും വേണ്ടിയിട്ടുള്ള ഓർഗനൈസേഷൻ ആണ്. അതിൽ നോർത്ത് സൗത്ത് ഡിഫറൻസ് ഇല്ല. ബിക്കോസ് ഇനിഷ്യലി ഇപ്പൊ ഫിസിക്കൽ മോഡ് ഉണ്ടായിരുന്ന സമയത്ത് നൗ വി ആർ ഓൾ ഓൺലൈൻ. ബട്ട് അന്ന് ഇപ്പൊ പരിപാടി നടത്തണമെങ്കിൽ ടു അക്കോമഡേറ്റ് സച്ച് എ ലാർജ് പോപ്പുലേഷൻ നമുക്ക് ഈസിലി ഹാൾസ് ഒക്കെ കിട്ടിയിരുന്നത് നോർത്തിലത്തെ ചില കോളേജസ് വഴിയായിരുന്നു. സോ അങ്ങനെ നമ്മൾ ചില പരിപാടികളൊക്കെ അവിടെ നടത്തി. ബട്ട് വി ഹാവ് കണ്ടക്ടഡ് പ്രോഗ്രാം സൗത്തിലാണെങ്കിലും നടത്തിയിട്ടുണ്ട്. ആൻഡ് ഐ തിങ്ക് ഞാൻ സൗത്ത് ഡൽഹി അതായത് LSR പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണ്. ആൻഡ് ഐ എം ദ പ്രസിഡന്റ് റൈറ്റ് നൗ. സോ ഐ ഡോണ്ട് തിങ്ക് എനിക്ക് അങ്ങനെ ഒരു ആക്സസിബിലിറ്റി ഇഷ്യൂ ഇതുവരെ ഉണ്ടായിട്ടുണ്ട്. ആൻഡ് ഡെഫിനറ്റ്ലി ബിക്കോസ് ഓഫ് ജോഗ്രഫിക്കൽ ഡിസ്റ്റൻസ്, കാരണം സൗത്തിൽ നിന്ന് നോർത്തിലോട്ട് പോവാൻ മേ ബി ഇറ്റ് കുഡ് ബി എ ഹാസൽ. ബട്ട് വി ഹാവ് ട്രൈ ടു ബ്രിഡ്ജ് ദാറ്റ്. ആൻഡ് ഓൾസോ റീസെന്റ് ഇപ്പം ഓൺലൈൻ മോഡിലോട്ട് ഷിഫ്റ്റ് ചെയ്തപ്പം it helped us in a lot of way to reach out to more people. We have നമ്മുടെ ക്യാബിനറ്റിലാണെങ്കിലും സൗത്ത് റിസർവ്ഡ് പോസ്റ്റ് ഉണ്ട് to the cabinet members. So അങ്ങനെ നോക്കുവാണെങ്കിൽ we have tried in a lot of ways to bridge that gap. ആ ഒരു ജോഗ്രഫിക്കൽ ഗ്യാപ്പ് അവിടെ ഉള്ളത് in a physical sense that is not something that we can do anything about. നോർത്ത് ക്യാമ്പസിൽ ഒരുപാട് കോളേജസ് അടുപ്പിച്ച് വരുന്നത് കൊണ്ട് തന്നെ അതൊരു ക്യാമ്പസ് ലൈക്ക് സെറ്റപ്പ് ആണല്ലോ കമ്പയർഡ് ടു സൗത്ത്. അപ്പൊ അതിന്റേതായ ഡിഫറൻസ് ഉണ്ടാവും എന്തായാലും. അതെ, പിന്നെ സർഗ ഇതേപോലെ സൗത്ത് കോളേജസിന് വേണ്ടി മാത്രമായിട്ട് റീസെന്റ് തുടങ്ങിയ ഒരു ഓർഗനൈസേഷൻ ആണ്. റീസെന്റ് എന്ന് പറയുമ്പോൾ how recent is it? I think 3 years. 3 years, okay. 3 to 4 years. ഈ ക്യാബിനറ്റില് എന്തുകൊണ്ടായി ലൈക്ക് എത്ര സീറ്റ്സ് ആണ് സൗത്ത് ക്യാമ്പസിലെ കുട്ടികൾക്ക് റിസർവ്ഡ് ആയിട്ടുള്ളത്? ക്യാബിനറ്റില് 2 സൗത്ത് റിസർവ്ഡ് സീറ്റ് ഉണ്ട്. 1 is for women from south. അങ്ങനെ. ഓക്കെ, അപ്പൊ നിങ്ങളെ ക്യാബിനറ്റിലുള്ള എങ്ങനെയാണ് ഇതിന്റെ വിമൻ മെൻ റേഷ്യോ എങ്ങനെയാണ്? Is it equal? I wouldn't say equal, but this time I think we have an equal thing which usually every year നമുക്കൊരു equal representation തന്നെ കാണാറുണ്ട്. And we have reservation seats also. ഇപ്പൊ വൈസ് പ്രസിഡന്റ് ആണെങ്കിലും അങ്ങനെ നോക്കുകയാണെങ്കിൽ വുമൺ സീറ്റ്സ് നമ്മൾ റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈവൻ അതർവൈസ് ഓൾസോ വി ഹാവ് വുമൺ റെപ്രസെന്റേഷൻ.
അപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ ലൈക് സ്റ്റാർട്ടിംഗ് ഒരു കാര്യം പറഞ്ഞില്ല, അഡ്മിഷൻ ഡെസ്കിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഹെൽപ്പ് ഡെസ്കിനെ കുറിച്ചിട്ട്. അപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ വരുന്ന ഏതൊരു സ്റ്റുഡന്റും കൂടുതലായിട്ട് അസിസ്റ്റൻസ് അല്ലെങ്കിൽ ഹെൽപ്പ് വേണ്ടി വരിക അഡ്മിഷൻ നടക്കുന്ന സമയത്തായിരിക്കും. കാരണം ഒട്ടും അറിയാതെ ഭയങ്കര ഏലിയൻ ആയിട്ടൊരു സ്ഥലത്തേക്ക് വരാണ്. ഭാഷ ആയിക്കോട്ടെ, കൾച്ചർ ആയിക്കോട്ടെ, എല്ലാ രീതിയിലും വളരെ ഡിഫറെന്റ് ആണ്. ചിലപ്പം +2 വരെ വീട്ടിൽ തന്നെ ഒതുങ്ങി നിന്ന ആൾക്കാരായിരിക്കും പെട്ടെന്ന് കോളേജ് എന്നൊക്കെ പറയുമ്പോൾ പുറത്തേക്ക് വരുന്നത്. അപ്പൊ പുറം ലോകമായിട്ട് അത്ര ഒരു എക്സ്പോഷർ കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പൊ ഏറ്റവും കൂടുതൽ അവർക്ക് ഹെൽപ്പ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റേബിൾ ആയിട്ട് ഒരു സെറ്റിംഗിലേക്ക് അവരെ നയിക്കേണ്ട ഒരു ടൈം എന്ന് പറയുന്നത് ഇറ്റ്സ് മെയിൻലി ഡ്യൂറിങ് ദി അഡ്മിഷൻ ടൈം. സോ ഹൗ ഡു യു ഗൈസ് പ്ലേ എ റോൾ ഡ്യൂറിങ് ദി അഡ്മിഷൻ പ്രൊസീജിയർ, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിൽ എങ്ങനെയാണ് നിങ്ങളുടെ റോള്? So Maithryയുടെ one of the biggest services that it provides is the admission help desk, no doubt. അതില് we have ഫസ്റ്റ് വരുന്ന ഒരു പ്രോബ്ലം എന്താന്ന് വെച്ചാൽ ഇൻഫർമേഷൻ മര്യാദയ്ക്ക് അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ മനസ്സിലാവുന്നില്ല. ഡിയുടെ പ്രോസ്പെക്ടസ് എടുത്ത് നോക്കിയാൽ ലെറ്റ്സ് ഒരു 100 പേജ് വരുന്ന ഒരു ഡോക്യുമെന്റ് ആണ്. ചിലപ്പോൾ ഒരു ആസ്പിരന്റ് അതിരുന്ന് വായിക്കണമെന്നില്ല. ബട്ട് വി ആർ ഹിയർ ടു ഡു ദാറ്റ്. നമ്മൾ അതിരുന്ന് വായിച്ച് പഠിച്ച് ബൈ ഹാർട്ട് ആക്കി കംപ്ലീറ്റ് അതിലുള്ള ഓരോ സെന്റൻസും അത്രയും മനസ്സിലാക്കി അത് അവർക്കൊരു സിംപ്ലർ വേയിൽ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. ഇത് പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ ഞങ്ങളും ആ രീതിയിൽ ഇവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഞങ്ങളും ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഓരോ കോളേജസിനെയും ഇൻ ഡീറ്റെയിൽ നോക്കിയിട്ട് ഡൽഹി ചലോ എന്ന സീരീസിൽ കോളേജസിനൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് കവർ ചെയ്യുന്നുണ്ട്. അപ്പൊ കാണുന്ന സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ മറക്കാതെ വീഡിയോസ് ഒക്കെ ഒന്ന് കാണാം. ജസ്റ്റ് ഒന്ന് പറഞ്ഞേന്നുള്ളൂ. ഓക്കെ, യു കണ്ടിന്യൂ. ഓക്കെ, അപ്പൊ അത് ഒരു സിംപ്ലർ വേയിൽ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അവർക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവർക്ക് ഇപ്പൊ ഒരു കോഴ്സ് ആണ് അവർ നോക്കുന്നത്, അപ്പൊ അതിനെ പറ്റി അവിടുത്തെ ഫാക്കൽറ്റി എങ്ങനെയാണ്. സോ ഇറ്റ് മൈ ബി ഡിഫിക്കൾട്ട് ഫോർ ദം ടു ആക്സസ് ഒരു ഡിപ്പാർട്ട്മെന്റ് എങ്ങനെയാണെന്ന് മനസ്സിലാവാനൊക്കെ. ബട്ട് വി ക്യാൻ യൂസ് അവർ കോൺടാക്ട്സ്. നമ്മുടെ സ്റ്റുഡൻസ് അവിടെ പഠിക്കുന്ന സ്റ്റുഡൻസിന്റെ അടുത്ത് നമ്മൾ ചോദിച്ചിട്ട് വി വിൽ ഗെറ്റ് ബാക്ക് ടു ദം. ഓൾസോ കണക്ട് ദം വിത്ത് പീപ്പിൾ ഹു ആർ ഓൾറെഡി സ്റ്റഡിങ് ദാറ്റ് ഇൻ ദ ഡിപ്പാർട്ട്മെന്റ്. സോ അങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റാറുണ്ട്. ഓൾസോ റീസെന്റ് നമ്മൾ ലാസ്റ്റ് അഡ്മിഷൻ തൊട്ടൊക്കെ വി ഹാവ് ramped up our YouTube channel also. So even Maithry's YouTube channel, you can go ahead and visit. അപ്പൊ അതിലും അഡ്മിഷൻ റിലേറ്റഡ് വീഡിയോസ് നമ്മൾ ഇടാറുണ്ട്. വി ഓൾസോ ഹാഡ് നോ യുവർ കോളേജ് സീരീസ്. അപ്പൊ അതിൽ ഓരോ കോളേജിനെ പറ്റിയും അവിടെ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് വന്നിട്ട് അവിടെ ഉള്ള ഒരു കോളേജിനെ പറ്റി നിങ്ങൾക്ക് എന്താണോ ബേസിക് ആയിട്ട് അറിയേണ്ടത് അതെല്ലാം ആ വീഡിയോയിൽ ഉണ്ടാവും. സോ ദാറ്റ് ഓൾസോ വി ഹാവ് ഡൺ ആൻഡ് കണ്ടിന്യൂയിങ് ടു ഡു. അപ്പൊ അഡ്മിഷൻ റീസെന്റ് ഓൾസോ അതൊരു വലിയ ടാസ്ക് ആയിട്ട് വരുന്നുണ്ട് ബിക്കോസ് ഓഫ് ദ ലാർജ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് അപ്ലൈങ്, വിച്ച് ഇസ് എ ഗ്രേറ്റ് തിങ്. അപ്പൊ നമ്മള് ബട്ട് സ്റ്റിൽ അഡ്മിഷൻ ഹെൽപ്പ് ഡെസ്ക് ഹാൻഡിൽ ചെയ്യുന്നത് നമ്മൾ 12 ക്യാബിനറ്റ് മെമ്പേഴ്സ് തന്നെയാണ്. ബിക്കോസ് we know how important that piece of information is, because it can make somebody's future or ruin it completely used in a wrong way. So നമ്മള് പ്രൊവൈഡ് ചെയ്യുന്ന ഓരോ ഇൻഫർമേഷൻ അത്രയും ആക്യുറേറ്റ് ആണ്. അതിലൊരു മിസ്റ്റേക്കും ഉണ്ടാവില്ല എന്നുള്ളത് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഓൾസോ അഡ്മിഷൻ ഹെൽപ്പ് ഡെസ്കിലും ഇപ്പൊ അഡ്മിഷൻ പ്രൊസീജിയേഴ്സിൽ ഇപ്പൊ ലാസ്റ്റ് അഡ്മിഷൻ ടൈമിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് നമ്മൾ അവിടെ ഡയറക്ട്ലി അവിടെ കോളേജസിൽ പോയി അവരെ കണ്ട് സംസാരിച്ച് അത് ശരിയാക്കി അങ്ങനെ ഒരുപാട് പേർക്ക് അഡ്മിഷൻ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ അതൊന്ന് എംഫസൈസ് ചെയ്യാൻ കഴിയുമോ? യാ ഷുവർ. ഒന്ന് കേരള ബോർഡിൽ നിന്ന് വരുന്ന സ്റ്റുഡൻസിനെതിരെ ഒരുപാട് ഡിസ്ക്രിമിനേഷൻ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് കുറെ പേരുടെ അപ്ലിക്കേഷൻസ് ഓൺ ഹോൾഡ് വെച്ചിട്ടുണ്ടായിരുന്നു പല ഡിപ്പാർട്ട്മെന്റ്സും പല കോളേജസിലും. സോ വി ഡയറക്ട്ലി വെന്റ് ടു ദം ആൻഡ് സ്പോക്ക് ടു ദം അബൌട്ട് ദി ഇഷ്യൂ. അപ്പൊ അതങ്ങനെ റിസോൾവ് ആയി. പിന്നെ വേറെ ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ് കാരണം പലരുടെയും അപ്ലിക്കേഷൻ ഇങ്ങനെ ഐ തിങ്ക് ഇറ്റ് വാസ് ജാക്കിർ ഹുസൈൻ, അവിടുത്തെ ബികോം ഡിപ്പാർട്ട്മെന്റ്, ദ എൻറ്റയർ ഡിപ്പാർട്ട്മെന്റ് വാസ് ബീങ് പുട്ട് ഓൺ ഹോൾഡ്. അപ്പൊ അത് നമ്മൾ റിസോൾവ് ആക്കിയതിനു ശേഷം ഐ തിങ്ക് 70ഓളം സ്റ്റുഡൻസിന് അവിടെ പിന്നെ അഡ്മിഷൻ ഓക്കെ ആയി. സോ അങ്ങനെ ബിക്കോസ് ആ സമയത്ത് താങ്ക്ഫുള്ളി വി വർ ദെയർ ഇൻ ഡൽഹി. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് അവിടെ ഡിപ്പാർട്ട്മെന്റ്സിലും ഓഫീസിലൊക്കെ പോയി സംസാരിച്ച് അത് ശരിയാക്കി കൊടുക്കാൻ പറ്റിയിരുന്നു. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ അഡ്മിഷൻ ഹെൽപ്പ് ഡെസ്കിന്റെ ഒരു പാർട്ടായിട്ട് വരാം. ഇനി CUCET ആണല്ലോ വരുന്നത് ഫ്രം ദിസ് ഇയർ ഓൺവേർഡ്സ്. അപ്പം അതുമായിട്ടുള്ള എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങളുടെ അഡ്മിഷൻ ഡെസ്കിൽ വന്നിട്ടുള്ളത്? ഇസ് ദർ എനി ചേഞ്ചസ് അല്ലെങ്കിൽ ന്യൂ ഇനിഷ്യേറ്റീവ്സ് എന്നൊക്കെ പറയുന്ന രീതിയിൽ എനിത്തിങ്? ഇപ്പൊ കറന്റ്ലി ഇല്ല, ബിക്കോസ് DU തന്നെ അതിന്റെ ഫർദർ ഗൈഡ് ലൈൻസ് ഒന്നും ഇറക്കിയിട്ടില്ല. വി ജസ്റ്റ് നോ ദാറ്റ് CUCET വരാൻ പോകുന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബട്ട് അതിന്റെ പാറ്റേൺ എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ DU അതിനെ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഫർദർ ഗൈഡ് ലൈൻസ് വന്നിട്ടില്ല. സോ വൺസ് വി ഹാവ് സം ഗൈഡ് ലൈൻസ് ഇൻ പ്ലേസ് ദെൻ വി ക്യാൻ ഗോ അഹെഡ് വിത്ത് ദാറ്റ്. ബട്ട് റൈറ്റ് നൗ ഇപ്പൊ ഒന്നുമില്ല. ഓക്കെ, അപ്പൊ മൈത്രീനെ ആക്സസ് ചെയ്യുന്ന രീതി നിങ്ങൾ പറഞ്ഞു. അതായത് ഫസ്റ്റ് യൂട്യൂബ് ചാനൽ യു ക്യാൻ ഡു ദാറ്റ്.
പിന്നെ വേറെ ഏതൊക്കെ രീതിയിലാണ് ഹൗ ക്യാൻ വി ആക്സസ്, അതായത് മലയാളി സ്റ്റുഡൻസിന് എങ്ങനെ മൈത്രിയായിട്ട് ബന്ധപ്പെടാൻ കഴിയും? മൈത്രിയായിട്ട് വെൽ യു ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് ദാറ്റ്. യൂട്യൂബ് ഉണ്ട്, അതേപോലെ ഇൻസ്റ്റഗ്രാം വഴി ആക്സസ് ചെയ്യാം, പിന്നെ ഫേസ്ബുക്ക് പേജ് ഉണ്ട്. പിന്നെ യു ക്യാൻ കോൺടാക്ട് എനി ഓഫ് us ക്യാബിനറ്റ് മെമ്പേഴ്സ് ഓൾസോ. വി ആർ ഓൾസോ ഈസിലി ആക്സസിബിൾ. അത് ഒരു പ്രശ്നമല്ല. യൂട്യൂബ് പേജിലാണെങ്കിലും ഇപ്പോഴത്തെ ക്യാബിനറ്റ് മെമ്പേഴ്സിന്റെ ഫോൺ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്, അപ്പൊ അങ്ങനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞങ്ങളും കൂടെ ഓരോ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. യു ക്യാൻ ചെക്ക് ദാറ്റ് ഔട്ട്. അടുത്ത കാര്യം ചോദിക്കണമെന്ന് വെച്ചാൽ, നേരത്തെ പറഞ്ഞല്ലോ, അതായത് കൾച്ചറൽ പ്രോഗ്രാംസ് ഒരുപാട് നടക്കുന്നുണ്ട്, അതിനെ കൂടെ തന്നെ അക്കാഡമിക് കരിയർ ഒക്കെ പ്രോഗ്രാംസ് ഒക്കെ നിങ്ങൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. വീണ്ടും ഞാൻ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം നോക്കിയ സമയത്ത് കേരളപ്പിറവിക്ക് വട്ടപ്പാട്ട് ചെയ്യുന്ന ഒരു ഫോട്ടോ നിങ്ങൾ അപ്ലോഡ് ചെയ്തത് കണ്ടിട്ടുണ്ട്. സോ ഈ കൾച്ചറൽ പ്രോഗ്രാംസിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ അക്കാഡമിക് പ്രോഗ്രാംസിനെ കുറിച്ചിട്ടൊക്കെ ഏത് തരത്തിലാണ് അവിടെ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നത്, ഹൗ ഓഫൻ, അതിനെ കുറിച്ചിട്ടൊന്ന് പറഞ്ഞു തരും. ഓക്കെ, സോ ടു ടോക്ക് അബൌട്ട് കൾച്ചറൽ പ്രോഗ്രാംസ്, അത് കൂടുതൽ ഫ്രീക്വന്റ് ആയിട്ടുണ്ടായിരുന്നത് ഫിസിക്കൽ മോഡിലാണ്. കോവിഡ് വന്നതിന് ശേഷം നമ്മൾ ഒരു ഓൺലൈൻ മോഡിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. അപ്പം അത് അത്രയും നമുക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നതാണ് റിയാലിറ്റി. ബട്ട് സ്റ്റിൽ വി ആർ ട്രൈങ് അവർ ബെസ്റ്റ്. സോ ആ വട്ടപ്പാട്ടിന്റെ ഫോട്ടോ കണ്ടത്, ദാറ്റ് വാസ് ഇൻ കൊളാബറേഷൻ വിത്ത് കേരള ഹൗസ് ഡൽഹിയിലെ. അവിടുത്തെ പിന്നെ ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് നമ്മൾ ഇവന്റ്സ് നടത്തിയിട്ടുണ്ട്. പ്രീവിയസ് ഇയറിൽ നമ്മളൊരു ഫിലിം ഫെസ്റ്റിവൽ കണ്ടക്ട് ചെയ്തിരുന്നു. ദാറ്റ് ഇസ് ഇൻ കൊളാബറേഷൻ വിത്ത് ദം. പിന്നെ അതേപോലെ ഇപ്പൊ നോർമൽ സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മുടെ ഒരു കൾച്ചറൽ ഫെസ്റ്റ് എന്ന് പറയുന്നത് ജെസ്റ്റ് ആണ്. ദാറ്റ് പക്ഷെ അതിപ്പോ കോവിഡ് ആയതുകൊണ്ട് നമുക്ക് നടത്താൻ പറ്റിയിട്ടില്ല. പിന്നെ വേറെ ഓരോ ഫെസ്റ്റിവൽസ് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും രസകരമായിട്ട് ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ ലാസ്റ്റ് ഓണത്തിന് നമ്മൾ ഓണത്തള്ള് എന്നുള്ള ഒരു പ്രോഗ്രാം ചെയ്തു. സോ അങ്ങനെ ഫണ്ണായിട്ട് നമുക്ക് തള്ളാണ് ഓൺലൈൻ ആയിട്ട് ഇപ്പൊ നമുക്ക് തള്ളല്ലേ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഓണത്തിനെ പറ്റി അല്ലെങ്കിൽ ഒരു തള്ള് കോമ്പറ്റീഷൻ പോലെ നമ്മൾ ചെയ്തിരുന്നു. പിന്നെ അങ്ങനെ ഒരുപാട് കൾച്ചറൽ പ്രോഗ്രാംസ് നമ്മളിപ്പോ മുൻപ് അങ്ങനെ ഒരുപാട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ ഓൺലൈൻ ഷിഫ്റ്റ് ചെയ്തതിനു ശേഷം നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കറന്റ്ലി ഇപ്പൊ നമ്മൾ മാഗസീനിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സോ ഫോർ ദാറ്റ് നമ്മൾ എൻട്രീസ് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ മാഗസിന്റെ പേര്? അതെ അതെ, ചുവട് എന്നാണ് പേര്. അതും ഇതേപോലെ ആ ഒരു കോൺസെപ്റ്റിൽ വരുന്നതാണ്. ഇപ്പൊ നമ്മൾ നാട്ടിൽ നിന്ന് ഡൽഹിയിലോട്ട് എടുത്തു വെക്കുന്ന ഒരു വലിയ ചുവട് പോലെയാണ് ഒരു ലൈഫിൽ ഒരു ബിഗ് ചാപ്റ്റർ. സോ അങ്ങനെ ആണ് ആ മാഗസിന്റെ പേര്. Just not for the Delhi students വേണ്ടി മാത്രമല്ല, everybody's life. ഓരോ ചുവട് that makes your life. So yeah, kudos to you again. Thank you. I'm glad you could relate to that. I think everybody can. So coming back to മറ്റേ ജെസ്റ്റ് ആണല്ലോ നിങ്ങൾ പറഞ്ഞത് കൾച്ചറൽ പ്രോഗ്രാമിന്റെ പേര്? അതെ. അപ്പം അതില് ജസ്റ്റ് മലയാളീസ് മാത്രമാണോ, അല്ലെങ്കിൽ ഇറ്റ്സ് ലൈക്ക് ഡിയുലെ എല്ലാ സ്റ്റുഡൻസിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം ആണോ അത്? യൂഷ്വലി മലയാളീസിന് മാത്രമായിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ്. അത് നടന്നിരുന്ന സമയത്ത് വി വുഡ് ബ്രിങ് സെലിബ്രിറ്റീസ് ആൻഡ് പിന്നെ കൾച്ചറൽ പ്രോഗ്രാംസ് ഉണ്ടാവും. പിന്നെ പ്രീ ജെസ്റ്റ് ഇവന്റ്സ് ഉണ്ടാവും. ഇപ്പൊ ചില കോമ്പറ്റീഷൻസ്, ഇപ്പൊ വൈൻ ഉണ്ടാക്കുന്ന കോമ്പറ്റീഷൻസ് അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം കോമ്പറ്റീഷൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എൻഗേജ് ചെയ്ത്. ഓൾസോ വി ഹാഡ് ഇപ്പൊ ബിരിയാണി ഈറ്റിംഗ് ചാലഞ്ച്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രീ ജെസ്റ്റ് ആയിട്ട് ചിലപ്പോൾ നടത്താറുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ദ മെയിൻ ഇവന്റ് വിൽ ബി ജെസ്റ്റ്. അപ്പം അതാണ് കൾച്ചറൽ ഇവന്റ് മെയിൻ ആയിട്ടുള്ളത്. പക്ഷെ അത് വി ഹാവ് മിസ്ഡ് ഔട്ട് ഓൺ ഇറ്റ് അൺഫോർച്ചുനേറ്റ്ലി. അപ്പൊ ഓൺലൈൻ ആവുന്ന സമയത്ത് ഹൗ ഡു യു ലൈക്ക് ഇപ്പൊ നേരത്തെ പറഞ്ഞത് ഓണത്തള്ളത്, ഓണത്തിന് സെലിബ്രേഷൻ യു ഗൈസ് ഡു ദാറ്റ്. ബാക്കി ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ ഓൺലൈൻ മോഡിൽ എങ്ങനെയാണ് പൊതുവെ ഉണ്ടാവാറ്? അതാണ് we have to look for different ways in which people can express. So അങ്ങനെയാണ് നമ്മൾ മാഗസീനിലോട്ട് വരുന്നത്. ബിക്കോസ് ദാറ്റ്സ് എ വേ ഫോർ പീപ്പിൾ ടു എക്സ്പ്രസ്. ഏത് രീതിയിലാണെങ്കിലും, ഇപ്പൊ റിട്ടേൺ ആണെങ്കിലും എന്താ പറയാ, അവരുടെ ആർട്ട് വർക്ക് ആണെങ്കിലും, അവരെടുത്ത ഫോട്ടോഗ്രാഫി, പിന്നെ അവരുടെ തോട്ട്സ് എല്ലാം ദേ ക്യാൻ പുട്ട് ഇറ്റ് ഡൗൺ സംവെയർ. സോ ആ ഒരു രീതിയിൽ ഒരു കൾച്ചറൽ ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ പോലെയാണ് ഈ മാഗസീനും വരുന്നത്. സോ ദാറ്റ് ഈസ് വൺ വേ. പിന്നെ വേറെ വി ആർ ട്രൈങ്. ഇപ്പൊ നമ്മൾ ഒരു ഫ്രഷേഴ്സ് നടത്തുവാണെങ്കിൽ, ലാസ്റ്റ് ടൈം വി ഡിഡ് ഫെയർവെൽ, അതിലും നമ്മൾ കുറച്ചു പേരുടെ കൾച്ചറൽ പെർഫോമൻസസ് സ്ക്രീൻ ചെയ്തിരുന്നു. സോ അങ്ങനെ വി ആർ ട്രൈങ് ടു ഇൻക്ലൂഡ് ഏതൊക്കെ രീതിയിൽ നമുക്ക് പെർഫോമൻസസ് അല്ലെങ്കിൽ ഒരു കൾച്ചറൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും, അതൊക്കെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്.
പിന്നെ ഈ ചുവട് മാഗസിനിൽ ഇപ്പൊ കറന്റ്ലി DU പഠിച്ചിരിക്കുന്ന മലയാളി സ്റ്റുഡൻസ് മാത്രമല്ലല്ലോ, പഠിച്ചു കഴിഞ്ഞ കുട്ടികളും എവറിബഡി ക്യാൻ ഗിവ് ദെയർ ആർട്ടിക്കിൾസ് ഓർ ദെയർ റൈറ്റിംഗ്സ്, റൈറ്റ്? യെസ് എല്ലാവർക്കും വായിക്കാം. തീർച്ചയായിട്ടും അലൂമിനീസിന് ചിലപ്പോ നമ്മളെക്കാട്ടും കൂടുതൽ രസകരമായ എക്സ്പീരിയൻസസ് പറയാനുണ്ടാവും. നമ്മള് പകുതി ഇത് ഓൺലൈൻ എക്സ്പീരിയൻസ് ചെയ്തതുകൊണ്ട് അവർക്ക് അവരുടേതായ ഒരു എന്താ പറയാ നൊസ്റ്റാൾജിക് മെമ്മറീസ് ഒക്കെ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു അവന്യൂ ആണ് തീർച്ചയായിട്ടും. അപ്പൊ ഇത് വലിയൊരു അവന്യൂ, ചെറുതൊന്നല്ല, ഇറ്റ്സ് എ വെരി ബിഗ് റെസ്പോൺസിബിലിറ്റി ഓഫ് ഇത്രയും ആൾക്കാർ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ. ആൻഡ് എപ്പോഴാണ് നിങ്ങൾ ഇതിന്റെ ഒരു റിലീസ് ഏകദേശം പ്രതീക്ഷിക്കുന്നത് മാഗസിന്റെ? കംപ്ലീറ്റ്ലി ഡിസൈഡ് ചെയ്തിട്ടില്ല, ബട്ട് ഹോപ്പ്ഫുള്ളി മാർച്ച് എൻഡ്. ഓക്കെ. നമ്മുടെ ടേം കഴിയുന്നത് മെയിലായിരിക്കും. അപ്പൊ അതിനു മുന്നേ മാഗസിൻ ഒരു ഇയർ ഹൈലൈറ്റ്സ് ഒക്കെ വെച്ചിട്ട് പബ്ലിഷ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ വീഡിയോ കണ്ടിരിക്കുന്ന സ്റ്റുഡൻസ്, DU സ്റ്റുഡൻസ് ആണെങ്കിൽ അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞവരാണെങ്കിൽ മറക്കാതെ അവർക്ക് ആർട്ടിക്കിൾസ്, നിങ്ങൾക്ക് കഥകൾ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ എന്തും ആയിക്കോട്ടെ, നിങ്ങൾ മറക്കാതെ അയക്കുക. ഓക്കെ, ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇഷ്യൂസിനെ അഡ്രസ് ചെയ്യുന്ന കാര്യത്തിനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പം ഒരുപാട് സ്റ്റുഡൻസ്, ആൻഡ് ഓൾസോ യു മെൻഷൻ അബൌട്ട് ഹൗ സ്റ്റുഡൻസ് ഫേസ് സർട്ടൻ ഡിസ്ക്രിമിനേഷൻസ് ഡ്യൂറിംഗ് ദ അഡ്മിഷൻ പ്രോസസ് ആണെങ്കിലും. ഐ ഓൾസോ കെയിം അക്രോസ് വൺ ഓഫ് ദി discrimination the students face because of a professor in the DU. അപ്പം ഇതിനൊക്കെ നിങ്ങൾ എങ്ങനെയാണ് നോക്കി കാണുന്നത്? ഹൗ ലൈക്ക് ഏത് സ്റ്റാൻഡ് എടുക്കണം, അല്ലെങ്കിൽ ഹൗ ടു അഡ്രസ് ദിസ് ഇഷ്യൂസ്? ആൻഡ് ഓൾസോ ഈ കഴിഞ്ഞ റിപ്പബ്ലിക് ദിവസം, ദാറ്റ്സ് ലൈക്ക് 26ന് ശ്രീനാരായണ ഗുരുവിനെ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ടാബ്ലോ ഇറക്കിയിരുന്നല്ലോ, ലൈക്ക് റിപ്പബ്ലിക് ഡേക്ക് ദേ എക്സ്ക്ലൂഡഡ് ഹിം. സോ അതിനെ കുറിച്ചിട്ട് നിങ്ങളൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, വിച്ച് വാസ് കംപ്ലീറ്റ്ലി ഇൻ ഇംഗ്ലീഷ്. അപ്പൊ ഞാൻ അങ്ങനെ വിചാരിച്ചു, മലയാളി കുട്ടികൾ ഇംഗ്ലീഷ് അത്ര വശമില്ലാത്ത ആൾക്കാർ വായിക്കുകയാണെങ്കിൽ എത്രത്തോളം അതിനെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ആലോചിച്ചിരുന്നു. സോ ഈ ഇഷ്യൂസ് നിങ്ങൾ അഡ്രസ് ചെയ്യുന്നതിനെ കുറിച്ച്, ലൈക്ക് ത്രൂ ഔട്ട് നിങ്ങളുടെ ലൈക്ക് 2005 മുതൽ തുടങ്ങിയിട്ടാണെങ്കിലും സർട്ടൻ ഇഷ്യൂസ് ഒക്കെ വരുന്ന സമയത്ത് യു ഗൈസ് ഹാവ് ഓൾവേസ് വോയിസ്ഡ് യുവർ ഒപ്പീനിയൻ. സോ അങ്ങനത്തെ ഒരു സ്റ്റാൻഡ് എടുക്കല്, അത് ഓൾസോ ഈ ഒരു കാലഘട്ടത്തില് ഇറ്റ്സ് വെരി മസ്റ്റ് എന്താ പറയുക, ഒരു മാൻഡറ്ററി ആയിട്ടുള്ള നെസസിറ്റി ആണത്, ടു സ്റ്റാൻഡ് അഗെയിൻസ്റ്റ് സർട്ടൻ അട്രോസിറ്റീസ് ദാറ്റ്സ് ആർ ഹാപ്പനിങ് ഇൻ ആർ കൺട്രി ഓർ എനിവേർ. സോ എങ്ങനെയാണ് നിങ്ങൾക്ക് ആ ഒരു ഇതിലേക്ക്, നിങ്ങളുടെ മൈൻഡ് ആണെങ്കിലും എല്ലാവരും കൂടെ ഒരുമിച്ച് എങ്ങനെയാണ് ആ ഒരു സ്റ്റാൻഡിലേക്ക് എത്തിയത്? So that's an interesting question, and as you said, one of the most difficult parts of holding this position also, personally for me, to have a consensus on issues. അപ്പം നമ്മൾ എഫക്ട് ചെയ്യുന്ന പല രീതിയിലുള്ള പ്രോബ്ലംസ് ഉണ്ടാവും. ആൻഡ് ഐ തിങ്ക് ഏത് രീതിയിലുള്ള ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എടുക്കുവാണെങ്കിലും പേഴ്സണലി ഐ ബിലീവ് ഇറ്റ് ഷുഡ് സ്റ്റാർട്ട് ഫ്രം നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ അത് തുടങ്ങണം. സോ ഇഫ് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ക്യാമ്പസിൽ എന്തെങ്കിലും ഒരു സെക്സിസ്റ്റ് റിമാർക്ക് കാണുവാണെങ്കിൽ ഐ വുഡ് റിയാക്ട് അഗെയിൻസ്റ്റ് ഇറ്റ്. അപ്പം ആൻഡ് ദാറ്റ് ഇസ് ദ ഫസ്റ്റ് what do you say, ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് that I can take. Feminism is a political stand that I can take. Also ഇപ്പം LGBT rights, that is again a political stand that recently my cabinet we have done a panel discussion, furious. അപ്പൊ അങ്ങനത്തെ നമുക്ക് എടുക്കാൻ പറ്റുന്ന സ്റ്റാൻഡ്, ഈവൺ ഒരു സട്ടിൽ വേ ആണെങ്കിലും, ആസ് യു സെഡ്, ഇൻ ഒരു പബ്ലിക് വേ. ഇപ്പൊ നമ്മൾ റീസെന്റ് ഇട്ട സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണെങ്കിലും ആസ് എ യൂത്ത് ഓർഗനൈസേഷൻ ഐ തിങ്ക് ഇറ്റ്സ് മാൻഡേറ്ററി, ഓർ നമ്മൾക്ക് എല്ലാ കാര്യങ്ങളിലും വി ഷുഡ് ഹാവ് എ സ്റ്റാൻഡ്, ബിക്കോസ് അത് നമ്മളെ ഏത് രീതിയിലാണെങ്കിലും അഫക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ മോസ്റ്റ്ലി നമ്മൾ നോക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഇതിപ്പം ഡൽഹി യൂണിവേഴ്സിറ്റി റിലേറ്റഡ് ആയിട്ടാണോ, അല്ലെങ്കിൽ ഡൽഹി യൂണിവേഴ്സിറ്റി മലയാളികളെ റിലേറ്റഡ് ആയിട്ടാണോ, അല്ലെങ്കിൽ കേരളത്തെ റിലേറ്റ് ചെയ്തിട്ടാണോ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ പൊതുവെ ഒരു സ്റ്റാൻഡ് എടുക്കാറുള്ളത്. അപ്പം റീസെന്റ് അഡ്മിഷൻ സമയത്ത് വന്ന ആ ഒരു പ്രൊഫസറുടെ റിമാർക്ക്, അത് വളരെ ഡിസ്ക്രിമിനേറ്ററി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതിനെതിരെ നമ്മൾ റിയാക്ട് ചെയ്തിരുന്നു. നമ്മൾ അന്ന് പ്രൊട്ടസ്റ്റ് നടത്തിയിട്ടിരുന്നു. പുള്ളി കിറോറിമാൾ കോളേജിലെ ഒരു പ്രൊഫസറാണ്. അപ്പൊ അവിടെ ഡൽഹി മലയാളി സ്റ്റുഡൻസ് പൊതുവെ താമസിക്കുന്ന ഒരു സ്ഥലമുണ്ട്, വിജയനഗർ. അപ്പൊ നമ്മൾ അവിടെ നിന്ന് KMC-ലോട്ടും അങ്ങനെ ഒരു പ്രൊട്ടസ്റ്റ് മാർച്ച് പോലെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതേപോലെ പിന്നെ അന്നും സ്റ്റേറ്റ്മെന്റും ഇതേപോലെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ നമ്മൾക്ക് ചില കാര്യങ്ങൾ വിച്ച് ആർ കംപ്ലീറ്റ്ലി ലെറ്റ്സ് സേ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ അല്ലെങ്കിൽ ഡിസ്ക്രിമിനേറ്ററി, നമ്മുടെ ഒരു എന്താ പറയാ, അവിടെ ഡൽഹി യൂണിവേഴ്സിറ്റി മലയാളി സ്റ്റുഡൻസിന്റെ ഒരു എക്സിസ്റ്റൻസിനെ തന്നെ ഇൻവാലിഡേറ്റ് ചെയ്യുന്ന പല കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ട്. സോ വി നീഡ് ടു റൈസ് അപ്പ് ടു ദി ഒക്കേഷൻ ആൻഡ് സ്റ്റാൻഡ് അഗെയിൻസ്റ്റ് ദാറ്റ്. അത് ഈ പറയുന്ന പോലെ ഇത് പ്രൊഫസർ അങ്ങനെ പറയുന്നത്, അതൊരു ഇപ്പൊ മേ ബി അന്ന് ആ പ്രൊഫസർ പറഞ്ഞത് കൊണ്ട് ഇറ്റ് ബിക്കെയിം സോ
എന്താ പോപ്പുലർ. പക്ഷെ ഇങ്ങനത്തെ പല കാര്യങ്ങളും ഡെയിലി ചിലപ്പോൾ നമ്മുടെ ക്ലാസ് റൂംസിൽ വരെ നടക്കാറുണ്ട് എന്നതാണ് സത്യം. ഇപ്പൊ ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് എ ലാംഗ്വേജ് ബാരിയർ. ഇപ്പം മലയാളികൾക്ക് ചിലപ്പം ഹിന്ദി ലാംഗ്വേജ് ചിലപ്പോൾ അത്രയും ഫെമിലിയർ ആയിരിക്കണം എന്നില്ല, വിച്ച് ഇസ് കംപ്ലീറ്റ്ലി അണ്ടർസ്റ്റാൻഡബിൾ. പക്ഷെ അത് ആ ഒരു ലാംഗ്വേജ് ബാരിയർ കാരണം, അല്ലെങ്കിൽ ഇപ്പം എന്താ പറയാ ഇംഗ്ലീഷ് അത്രയും ഫെമിലിയർ അല്ല, അല്ലെങ്കിൽ അങ്ങനത്തെ പല കാര്യങ്ങളും കാരണം ഇപ്പം ക്ലാസ് റൂംസിൽ തന്നെ ചിലപ്പോൾ അങ്ങനത്തെ ഡിസ്ക്രിമിനേഷൻസ് ഫേസ് ചെയ്യാറുണ്ട്. അത് മാത്രമല്ല ചിലപ്പോൾ ടീച്ചേഴ്സ് കംപ്ലീറ്റ്ലി അവരുടെ ലെക്ചേഴ്സ് ഹിന്ദിയിൽ മാത്രം എടുക്കും. സോ ഹൗ ആർ വി സപ്പോസ് ടു അണ്ടർസ്റ്റാൻഡ്? ദാറ്റ്സ് നോട്ട് ദ വേ ഇറ്റ് ഷുഡ് ബി. അത് മാത്രമല്ല ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് മലയാളി സ്റ്റുഡൻസ്, ഈവൻ സദേൺ സ്റ്റേറ്റ്സിൽ നിന്ന് വരുന്ന പല സ്റ്റുഡൻസും ഫേസ് ചെയ്യുന്ന പ്രോബ്ലം ആണിത്. അപ്പൊ ഇത് ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഐ തിങ്ക് മൈത്രി ഹാസ് ബീൻ എ സ്ട്രോങ് വോയിസ് ടിൽ നൗ ഇതിനെ കുറിച്ചൊക്കെ സംസാരിക്കാൻ. ആൻഡ് അതാണ് നമ്മളൊരു സ്റ്റാൻഡ് എടുക്കുമ്പം, ബിക്കോസ് these are things that are so discriminatory. നമുക്ക് അതിനെതിരെ if you're silent, then it's almost like you're supporting them. Yes, true, very true. Not, yeah, which is not what a youth organization should be. So I think അങ്ങനത്തെ പല കാര്യങ്ങളും we have നമ്മുടെ cabinet members നമ്മൾ ഡിസ്കസ് ചെയ്യും പല കാര്യങ്ങളും, and finally there is a consensus on what needs to be done, how much to intervene. So അങ്ങനത്തെ കാര്യങ്ങളൊക്കെ we have our own decision making process. ഇപ്പൊ നേരത്തെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ ഫെമിനിസം, LGBTQ+, അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ നിങ്ങൾ യു ടോൾഡ് മീ ദാറ്റ് യു ഹാഡ് എ ക്യാബിനറ്റ് ഡിസ്കഷൻ ക്യൂരിയസ് എന്നുള്ള പേരിൽ, റൈറ്റ്? ഇറ്റ് വാസ് എ പാനൽ ഡിസ്കഷൻ. നമ്മൾ ക്യൂർ കമ്മ്യൂണിറ്റിയിലെ കുറച്ച് ആൾക്കാരെ നമ്മുടെ DU സ്റ്റുഡൻസിനെ തന്നെ വിളിച്ചിട്ട് ആൻഡ് സം അതർ പീപ്പിൾ ഓൾസോ. സോ വി ഹാഡ് എ പാനൽ ഡിസ്കഷൻ, അവരുടെ ഇഷ്യൂസ് ഡിസ്കസ് ചെയ്തു. ആൻഡ് ഇറ്റ് വാസ് മോർ ലൈക്ക് എൻ ഇന്ററാക്ഷൻ. സോ നമുക്കും ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കായിരുന്നു, ദേ വുഡ് ആൻസർ ദാറ്റ്. സോ ഐ തിങ്ക് ആ ഒരു സെഷന് ശേഷം പലരുടെയും മിത്സ് അബൌട്ട് ദി LGBTQ കമ്മ്യൂണിറ്റി അത് ബ്രേക്ക് ആയി. And I think that was one good step that we could have. So that was one of the first events in the cabinet. One of the first events അതായിരുന്നു. So main idea is to build awareness first of all. കാരണം പലരും ചില stereotypes വർക്ക് ചെയ്യുന്നത് because of ignorance about certain communities. അത് ആദ്യം ബ്രേക്ക് ചെയ്യുക, to understand that there is no us and them, it's just us. You don't have to divide people like that. Yeah. ഈ ഡിവിഷനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ്, ഇപ്പൊ തെനക്ക് there are people, right, ഒരുപാട് കാര്യങ്ങൾ കണ്ടീഷൻഡ് ആയിട്ട് പഠിച്ചു വന്ന ആൾക്കാരുണ്ടാവും. ദേ ആർ ഓൾറെഡി കണ്ടീഷൻഡ്, ഓക്കെ സർട്ടൻ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, അതിന്റെ പുറത്തേക്ക് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് അക്സെപ്റ്റബിൾ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ മേ ബി ദാറ്റ്സ് ദ വേ ദേ ആർ ബ്രോട്ട് അപ്പ്, അങ്ങനത്തെ ചിന്താഗതിയുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പൊ ഇവരൊക്കെ ഉള്ള സ്ഥലത്ത് നിങ്ങൾ ഇങ്ങനത്തെ ഡിസ്കഷൻസ് വെക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇന്നൊരു സബ്ജക്റ്റിനെ കുറിച്ചിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ, ഹൗ ഫ്രണ്ട്ലി ഈസ് ദ കോൺവെർസേഷൻ? എത്ര, അല്ലെങ്കിൽ അത് ഭയങ്കരമായിട്ട് ഹീറ്റഡ് അപ്പ് ആവാറുണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയാണ്? കാരണം റിലീജിയൻ, ലാംഗ്വേജ് ബാരിയർ മാത്രമല്ല, ഓരോ ആൾക്കാരും ഓരോ സ്ഥലത്തു നിന്നാണല്ലോ കേരളത്തിൽ നിന്ന് വരിക. അപ്പം അവരുടെ കൾച്ചർ ഓൾസോ ഇസ് ഡിഫറെന്റ് ഫ്രം അതർ പാർട്സ്. ഇപ്പൊ മലബാർ റീജിയൻ നിന്ന് വരുന്ന ആൾക്കാരുണ്ടാവില്ല, കുറച്ചും കൂടി സൗത്ത് നിന്ന് വരുന്ന ആൾക്കാരുടെ ഉണ്ടാവുക. സോ അത് നമുക്ക് എങ്ങനെയാണ്, ഹൗ ഡു യു ലൈക്ക് എല്ലാം കൂടി ഒരുമിച്ച് എങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകും? ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് ഡിഫറൻസസ് ഉണ്ട്. അപ്പൊ ഇതിനൊക്കെ ഒരു ഫ്രണ്ട്ലി മാനറിൽ ഹൗ ഡു യു ഗൈസ് ടാക്കിൾ? ഇപ്പം LGBTQ ഇഷ്യൂനെ പറ്റിയാണോ സ്പെസിഫിക്കലി ചോദിച്ചത്? LGBTQ+ മാത്രമല്ല, പൊതുവേ ഉള്ള ഇപ്പൊ പൊളിറ്റിക്കൽ ഡിസ്കഷൻസിന്റെ കാര്യം, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ നമ്മൾ ഇന്നൊരു കാര്യത്തിനെ കുറിച്ച് പറയണം, ഐ ഹാവ് ടു സ്റ്റാൻഡ് അഗെയിൻസ്റ്റ് ഇറ്റ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ നമ്മൾ തന്നെ നമ്മുടെ സർക്കിളിൽ നോക്കുകയാണെങ്കിൽ ഐ മൈറ്റ് ഹാവ് എ ഡിഫറെന്റ് ഒപ്പീനിയൻ ഫ്രം ദി അതർ പേഴ്സൺ. അപ്പൊ തന്നെ അവിടെ ഒരു ഹീറ്റഡ് ആർഗ്യുമെന്റിനുള്ള ഒരു വേദി ചിലപ്പം ഉണ്ടാകാം, ഉണ്ടാവാതിരിക്കാം. അപ്പൊ ഒരുപാട് ആൾക്കാരുള്ള ഒരു വേദിയാണല്ലോ നിങ്ങളുടെ ഫ്രട്ടേണിറ്റി എന്ന് പറയുന്നത്. അപ്പം എങ്ങനെയാണ് ഇപ്പൊ നമുക്കിപ്പോ എല്ലാവരും യു ഷുഡ് ഹാവ് ദിസ് ഒപ്പീനിയൻ എന്ന് പറഞ്ഞിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. എവരിബഡി വിൽ ബി ഹാവിംഗ് ദെയർ ഓൺ ഒപ്പീനിയൻസ് ആൻഡ് ദർ എൻടൈറ്റിൽഡ് ടു ദാറ്റ്. അപ്പൊ എങ്ങനെയാണ്, ഓക്കെ ഇറ്റ്സ് എ ഫാമിലി, ഹോം അവേ ഫ്രം ഹോം എന്നൊക്കെ ഉണ്ട്, അപ്പൊ ഒരുമിച്ചിട്ട് എങ്ങനെയാണ് കൊണ്ടുപോകാൻ മുന്നോട്ടേക്ക്? ഓക്കെ, സോ ഇപ്പൊ ക്യാബിനറ്റിൽ നോക്കുവാണെങ്കിലും, ബിക്കോസ് വി ആർ എലക്ടഡ് റെപ്രസെന്റേറ്റീവ്സ്, ഇപ്പം നമ്മൾ ക്യാബിനറ്റ് ഡിസ്കസ് ചെയ്യുമ്പോൾ ഓരോ ക്യാബിനറ്റ് മെമ്പറിനും പല വ്യൂ പോയിന്റ് ആണ് ഒരു ഇഷ്യൂവിൽ ഉണ്ടാവുക. ബട്ട് ആസ് ഐ സെഡ്, അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ചില കാര്യങ്ങൾ വി റീച്ച് എ കൺസെൻസസ്. സോ ഫോർ തിങ്സ് വെയർ വി കനോട്ട് റീച്ച് എ കൺസെൻസസ്, നമ്മൾ നോക്കും നമുക്ക് എത്ര ഡിഗ്രി വരെ ഈ ഒരു ഇഷ്യൂവിൽ നമുക്ക് ഇന്റർവ്യൂൻ അല്ലെങ്കിൽ നമുക്ക് ഇതിലൊരു സ്റ്റാൻഡ് എടുക്കാൻ പറ്റും. സോ ദർ ആർ ഓൾവേസ് മിഡിൽ ഗ്രൗണ്ട്സ് വെർ വി ക്യാൻ ഒരു ഹൗ ഡു ഐ സേ ദാറ്റ്, കോംപ്രമൈസ് അല്ല, ബട്ട് ദർ ഇസ് ഓൾവേസ് എ ഡിപ്ലോമാറ്റിക് വേ ടു ഡീൽ വിത്ത് തിങ്സ്. സോ ചില കാര്യങ്ങൾ ഔട്ട്റൈറ്റ് എവ്രി വൺ സപ്പോർട്ട്സ്. ഒബ്വിയസ്ലി ഇപ്പം ആ പ്രൊഫസറുടെ റിമാർക്സ് നോക്കുവാണെങ്കിൽ ദർ ഇസ് നോ ഡിബേറ്റ് ഓവർ ദാറ്റ്, ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഡിസ്ക്രിമിനേറ്ററി. പക്ഷെ വേറെ ചില കാര്യങ്ങൾ
there are gray areas upon which we can all agree on. അപ്പൊ അതിൽ നിന്ന് ഫോർവേഡ് പോവാന്നുള്ളതാണ്. But one thing I think Delhi University വളരെ സ്പെഷ്യൽ ആക്കുന്നത് is everyone is willing to learn and everyone is so aware about the political scenario and also ആ ഒരു willingness to learn to accommodate different interests. ഇപ്പൊ നമ്മള് വേറെ എവിടെ പഠിച്ചാലും ഐ തിങ്ക് ഇത്രയും ഒരു എക്സ്പോഷർ നമുക്ക് കിട്ടില്ല ആസ് ഇൻ ഡൽഹി യൂണിവേഴ്സിറ്റി. അപ്പം ഡൽഹി യൂണിവേഴ്സിറ്റി ബിക്കോസ് നമ്മളിപ്പോ ക്ലാസ് റൂമിലാണെങ്കിലും പുറത്താണെങ്കിലും വി ആർ ഓൾവേസ് സറൗണ്ടഡ് ബൈ പീപ്പിൾ വിത്ത് ഡിഫറെന്റ് പെർസ്പെക്ടീവ്സ് എപ്പോഴും. സോ അത് കാരണം ഐ തിങ്ക് അത് നമ്മളിൽ തന്നെ ഒരു ചേഞ്ച് ഉണ്ടാക്കും ടു I don't know how to put it in words actually, but at the end of the day, we don't have much major fights like that. I mean, we are able to live harmoniously, but definitely if someone is having a very or a regressive point of view, or like something that is completely not acceptable, then we'll try to talk to that person അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും എന്താ പറയാ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കും regarding the stand that we are taking or something. And still, yeah, I think inevitably നമ്മളൊരു സ്റ്റാൻഡ് എടുക്കുമ്പോൾ there might be some people who might not agree at all, but അതൊരു എപ്പോഴും ഒരു ചെറിയൊരു സെക്ഷൻ പോലെയാണ്, not a big portion that we have to worry about like that. But overall I think whatever stand that we have taken till now, almost everyone is it's agreed upon. And also നമ്മൾ ഒരു സ്റ്റാൻഡ് എടുത്തു കഴിഞ്ഞാൽ we will have discussions in our group about that. But at the end of the day, there's always a consensus. എന്താ ചെയ്യേണ്ടത് എന്നുള്ളതൊരു കൺസെൻസസ്. ആ കൺസെൻസസ് ഇല്ലാതെ ഒരിക്കലും നമ്മൾ അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുത്തിട്ടില്ല. അപ്പം എനിക്കില്ലേ ഇതിനെ നിങ്ങൾ റീസെന്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു ശ്രീനാരായണ ഗുരുവിന്റെ ടാബ്ലോ റിപ്പബ്ലിക്കനെ എക്സ്ക്ലൂഡ് ചെയ്തതിനെ കുറിച്ചിട്ട്. വാട്ട് യു ഹാവ് ടു സേ അബൌട്ട് ദാറ്റ്? സോ കമ്മിങ് ടു ദ ടാബ്ലോ, ഒരു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദാറ്റ് വി നോ ദാറ്റ് ഒരു എക്സ്പെർട്ട് കമ്മിറ്റി ആണ് അതിന്റെ എന്താ പറയാ ഡിസിഷൻ ചെയ്യുന്നത് വിച്ച് ടാബ്ലോ ടു സെലക്ട്. ആൻഡ് ഒബ്വിയസ്ലി ബിക്കോസ് ഓഫ് ടൈം കൺസ്ട്രെയിൻസ് എല്ലാ വർഷവും നോട്ട് ഓൾ സ്റ്റേറ്റ്സ് ഗെറ്റ് ടു റെപ്രസെന്റ് ദെയർ ടാബ്ലോസ്. some states get eliminated. This happens every year. But this year particularly ipo nokkuvaanengil Kerala, Tamil Nadu and West Bengal got their tableaus rejected. And if nokkuvaanengil from the news I heard that our tableau even got to the last round of selection, but at the end it got cut off. So if you're looking it from just the technical aspect of it, the aesthetic part of the tableau and all, I don't see what's wrong, but it seems very obvious that there is some kind of political agenda behind rejecting the tableaus of these three particular states. And again, if you look at the tableaus that won the best tableau award, then again you can see that distinction happening there. So I think it's quite obvious what is happening. And even നമ്മുടെ government ആണെങ്കിലും the other three governments also have raised their voice against that. So I think in the spirit of federalism, we need to and especially Republic Day എന്നൊരു ഡേയിൽ we need to raise our voice and exercise the right that we have in our constitution. I think what better way to honor, right, Republic Day than to do that. So അങ്ങനെ we thought that is an issue that needs to be highlighted. Yeah, ഇത്രയും പൊളിറ്റിക്കൽ അവയർനെസ് ഉള്ള സ്റ്റുഡൻസ് അല്ലെങ്കിൽ ക്യാമ്പസ് ഡൽഹി യൂണിവേഴ്സിറ്റി കഴിഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്കും തോന്നുന്നത്. ബിക്കോസ് പൊളിറ്റിക്കൽ ഹബ്ബ് തന്നെയാണ്. ഐ ഹാവ് കം അക്രോസ് എ ലോട്ട് ഓഫ് ഡൽഹി യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ്. എല്ലാവരും ഭയങ്കര എൻറിച്ച്ഡ് ആണ്, ജസ്റ്റ് നോട്ട് ഇൻ ദിയർ സബ്ജക്ട് നോളജ് ബട്ട് ഓവറോൾ നാട്ടിൽ എന്താണ് നടക്കുന്നത്, നമ്മൾ എവിടേക്കാണ് പോകുന്നത്, ദ പൊളിറ്റിക്കൽ സിനേരിയോ, ദ പൊളിറ്റിക്കൽ അറ്റ്മോസ്ഫിയർ ആൻഡ് എവറിഥിങ്. സോ ഐ തിങ്ക് എവറി വൺ including the people or students in our place also should be really politically awareness in the sambhavam. Everybody should be having that, and everybody should start standing against all this atrocities whatever is happening. നേരത്തെ പറഞ്ഞൊരു പോയിന്റ് ഉണ്ടല്ലോ, നമ്മളെ സൈലൻസ് എന്ന് പറയുന്ന സംഭവം it's equal to you being agreeing with whatever they are saying or whatever is happening. So I hope everybody take up a stand. It's high time that we do it. പിന്നെ കമ്മിങ് ടു യു, ഓക്കെ, മൈത്രിയുടെ പ്രസിഡന്റ് ആണല്ലോ. സോ ഹൗ ഹാസ് ഇറ്റ് ഷേപ്ഡ് യു? ഇപ്പം എത്ര വർഷമായി ഇപ്പം യു ബീൻ ദ പ്രസിഡന്റ്? ഇപ്പൊ ലാസ്റ്റ് നമ്മുടെ ടേം തുടങ്ങിയത് കഴിഞ്ഞ മെയ്യിലാണ്, May 2021. And even before I've been part of Maithry, as I said, working secretary ആയിരുന്നു. So I think my entire college life has been with Maithry only. സോ ചെറുതായിട്ട് നമ്മുടെ ഓഡിയൻസിനും എനിക്കും ഒക്കെ പേഴ്സണലി അറിയാൻ വേണ്ടിട്ട് ഹൗ ഹാസ് ഇറ്റ് ഷേപ്ഡ് യു ആസ് ആൻ ഇൻഡിവിജ്വൽ? അതായത് മൈത്രി ബിഫോർ മൈത്രി ആൻഡ് ആഫ്റ്റർ എങ്ങനെ പറയാൻ കഴിയും?
So there's a lot of change. പെട്ടെന്ന് A lot വരുന്ന of കുറച്ച് positive. കാര്യങ്ങൾ. Okay, പെട്ടെന്ന് വരുന്ന കാര്യങ്ങള് ഒന്ന് ഐ തിങ്ക് ആസ് എ ഗേൾ പൊതുവെ പറയുന്ന റെസ്ട്രിക്ഷൻസ് ഉണ്ട് വിത്ത് റിഗാർഡ് ടു ടേക്കിംഗ് ലീഡർഷിപ്പ് പൊസിഷൻ. അപ്പൊ അതിൽ വന്നാൽ ഇപ്പൊ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റുമോ, എസ്പെഷ്യലി ആസ് യു സെഡ് ഇപ്പൊ പൊളിറ്റിക്കലി ഹീറ്റഡ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ പല കാര്യങ്ങളും ക്വസ്റ്റ്യൻസ് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, എസ്പെഷ്യലി ഡ്യൂറിങ് എലക്ഷൻ. സോ ഐ തിങ്ക് അതിനൊക്കെ ഒരു ആൻസർ ആയിട്ട് ഐ മീൻ ഐ എം ഏബിൾ ടു ഐ എം ഹോപ്പിംഗ് ദാറ്റ് ഐ ബീൻ ഏബിൾ ടു ലീഡ് വെൽ ഇത്രയും നാള്. സോ ഐ തിങ്ക് ദാറ്റ്സ് ആൻ ആൻസർ ടു ദാറ്റ്. ആൻഡ് അത് എനിക്ക് തന്നെ പേഴ്സണലി ഇറ്റ് ഈസ് ഗിവൺ മി ലോട്ട് ഓഫ് കോൺഫിഡൻസ് റിഗാർഡിംഗ് my skills, what I can do. Also, I think diplomacy is the biggest takeaway for me from here, because I have to deal with people with different viewpoints. But at the end, I should not take any of that personally, but I should also make a stand. അങ്ങനെ പല കാര്യങ്ങളും ഡീൽ ചെയ്യേണ്ടി വരും. സോ ഐ തിങ്ക് ബീങ് വെരി ആ ഒരു ഡിപ്ലോമസിയുടെ ഒരു വലിയൊരു ഗെയിം ഉണ്ട്. സോ ഡെഫിനറ്റ്ലി ഐ ഹവ് ലേൺ ദാറ്റ് ഫ്രം ദിസ് പൊസിഷൻ. പിന്നെ വേറെ ഐ ക്യാൻ be more politically aware. And again, Maithry is a platform for me also to Delhi students face ചെയ്യുന്ന ആ ഒരു കാര്യത്തിന് ഒരു സ്റ്റാൻഡ് എടുക്കാൻ പറ്റുക, to speak on behalf of a lot of voices, to help a lot of people, especially admission ടൈമിലൊക്കെ when we are able to ആ ഒരു ഞാൻ പറഞ്ഞ ഒരു ഹാൻഡ് ഹോൾഡിംഗ് പ്രൊസീജിയർ ആണ്. when finally that person gets the admission and they say okay, thank you ചേച്ചി, admission കിട്ടി, thank you for all the help, that means a lot. So definitely a lot of satisfaction with the work that I do. അപ്പൊ അങ്ങനത്തെ പല കാര്യങ്ങളും. സോ ബിഫോർ മൈത്രി, ദർശന, വെൽ എന്താ പറയാ, മേ ബി നോട്ട് ദിസ് പൊളിറ്റിക്കലി അവെയർ. ഐഡ് സേ ദാറ്റ് വിൽ ബി വൺ ചേഞ്ച്. ആൻഡ് ഓൾസോ ഹൗ ടു മാനേജ് എ ടീം. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് തോന്നിയ മൈത്രി വന്ന ശേഷം കുറച്ചുകൂടെ നന്നായിട്ട് പഠിച്ചതും. ആൻഡ് ഐ എം ഏബിൾ ടു പ്രാക്ടീസ് ഇറ്റ് ഓൾസോ. ഈ മലയാളി ഫ്രറ്റേണിറ്റി പോലെ തന്നെ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ വേറെ നാട്ടിലുള്ള സൗത്തിലെ വേറെ പാർട്സിലുള്ള ആൾക്കാർക്കൊക്കെ ആയിട്ട് ഫ്രറ്റേണിറ്റീസ് ഉണ്ടോ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് ആക്റ്റീവായി നിൽക്കുന്നത് മൈത്രി തന്നെയാണോ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ? മൈത്രി തന്നെയാണ്. പിന്നെ വേറെ ഇപ്പൊ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസിന്റെ സ്റ്റുഡന്റ് വിങ്സ് ഒക്കെ ഡെഫിനറ്റ്ലി ഉണ്ട്. പിന്നെ വേറെ ഇപ്പൊ നേരത്തെ മെൻഷൻ ചെയ്തപോലെ സർഗാദ് റീസെന്റ് ഫോം ചെയ്ത സൗത്ത് ഡൽഹി സ്റ്റുഡൻസിന് വേണ്ടി മാത്രമായിട്ടുള്ള ഓർഗനൈസേഷൻ ആണ്. പിന്നെ അങ്ങനെയാണ്. പിന്നെ സദേൺ സ്റ്റേറ്റ്സിൽ നിന്നുള്ള ഇപ്പം ഇപ്പൊ വേറെ ഓർഗനൈസേഷൻസ്, ഇപ്പൊ തമിഴ് സ്റ്റുഡൻസിന്റെ ഓർഗനൈസേഷൻ, അതേപോലെ ഇപ്പൊ തെലുഗു സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ, അവരൊക്കെ ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. ബട്ട് ഐ തിങ്ക് given the number and the impact that we can make, I think Maithry and Malayali students organizations ആണ് ഇപ്പൊ ഒരു വലിയൊരു ഇമ്പാക്ട്ഫുൾ ഫോഴ്സ് ആയിട്ട് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഉള്ളത്. പിന്നെ coming to your elections, how is it conducted? Elections യൂഷ്വലി നോർമൽ നമ്മുടെ ബാലറ്റ് പ്രോസസ് ആണ്. അപ്പം ഇപ്പൊ ഓൺലൈൻ ആയതുകൊണ്ട് നമ്മളൊരു പോൾ ഫോർ ഓൾ ആപ്പ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സോ അങ്ങനെ ലാസ്റ്റ് ഇലക്ഷൻ അങ്ങനെയായിരുന്നു നടന്നിരുന്നത്. സോ സെയിം പ്രോസസ്, ലൈക്ക് ഫ്രീ ആൻഡ് ഫെയർ വോട്ട് ആണ്. എവരിവൺ ഹാവ് വൺ വോട്ട്. ക്യാമ്പയിനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഓ യെസ്, ഡെഫിനറ്റ്ലി ദാറ്റ് ഇസ് ദ മോസ്റ്റ് എക്സൈറ്റിംഗ് പാർട്ട്. സോ ക്യാമ്പയിനിങ് ഉണ്ടാവും ആൻഡ് വി ഹാവ് ഗൈഡ് ലൈൻസ് ഫോർ ദാറ്റ് as well. അപ്പം ക്യാമ്പയിനിങ് നടക്കും. എല്ലാവരും എന്താ പറയാ, അവരുടെ വീഡിയോസും പോസ്റ്റേഴ്സും അങ്ങനത്തെ നല്ലൊരു ബഹളമുള്ള ഒരു ടൈമാണ്. ആൻഡ് ദാറ്റ് ഇസ് ഓൾസോ ദ ടൈം വെൻ ഇപ്പൊ പുതിയ വന്ന ഫ്രഷേഴ്സിനാണെങ്കിലും മൈത്രിയെ കൂടുതൽ അറിയാനും മൈത്രിയിൽ വർക്ക് ചെയ്യാനും ഉള്ള ഒരു എൻതൂസിയാസം കാണുന്ന ഒരു ടൈമാണ്. സോ ദാറ്റ് ഇസ്, ആൻഡ് ഐ തിങ്ക് എലക്ഷൻസ് ആർ ഓൾസോ കമ്മിങ് അപ്പ്. സോ നൗ നമ്മുടെ ടേം കഴിയാറാവുകയാണ്. ഇറ്റ് ലാൻഡ് ഇൻ മെയ്. സോ പ്രോബബ്ലി ഏപ്രിൽ ഓർ സം ടൈം വിൽ ഹാവ് ഇലക്ഷൻ. ഈ അടുത്തെങ്കിലും ഓഫ്ലൈൻ ആയിട്ട് ഇനി ഇലക്ഷൻ ഉണ്ടാവും തോന്നുന്നുണ്ടോ? അതായത് ഈ വരുന്ന നിങ്ങളുടെ ടേം കഴിഞ്ഞപാട് ഇനി ഫിസിക്കലി ഡൽഹിയിൽ നിന്ന് തന്നെ ഒരു ഇലക്ഷൻ പ്രതീക്ഷിക്കാവൂ? ഓഫ്ലൈൻ ഇലക്ഷൻസ് എനിക്കിപ്പം കറന്റ്ലി തോന്നുന്നില്ല അത് അത്രയും ഫീസിബിൾ ആവും എന്നുള്ളത്. ബിക്കോസ് ഒരു 60% ഓഫ് ദ പീപ്പിൾ നാട്ടിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. കുറച്ച് ബട്ട് സ്റ്റിൽ ഒരു 40% ഡൽഹിയിലുണ്ട്. സോ ഇഫ് യു ഹാവ് ടു ഇൻക്ലൂഡ് എവ്രി വൺ ആൻഡ് ഓൾസോ ഇപ്പൊ എല്ലാവരും ഡൽഹിയിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ റെഡി ആവുമോ എന്നുള്ളത് ഇപ്പൊ ഷുവർ അല്ല, ബിക്കോസ് ഓഫ് ദ കറന്റ് സിറ്റുവേഷൻ. ഇപ്പൊ ഓമിക്രോൺ വന്നതിന് ശേഷം പലർക്കും ഇപ്പൊ ഡൽഹിയിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ടായിരുന്ന പലരും ഇപ്പൊ തിരിച്ച് നാട്ടിൽ തന്നെയാണ് ഉള്ളത്. സോ ഐ തിങ്ക് റിഗാർഡിംഗ് ഇപ്പം എല്ലാവരുടെയും സേഫ്റ്റി ആൻഡ് ഹെൽത്ത് വെച്ച് നോക്കിയിട്ട് വി ഡോണ്ട് നീഡ് ടു ടേക്ക് ദാറ്റ് റിസ്ക് റൈറ്റ് നൗ. വി ഹാവ് ബെറ്റർ ഓപ്ഷൻസ്. ഇപ്പൊ ലാസ്റ്റ് ടൈം നമ്മൾ ഓൺലൈൻ ആയിട്ട് നടത്തിയാൻ ഇറ്റ് കെയിം ഔട്ട് വെൽ. സോ അധികം ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. സോ വെൻ വി ഹാവ് ബെറ്റർ ഓൾട്ടർനേറ്റീവ്സ് ലൈക്ക് ദാറ്റ് ഐ തിങ്ക് വി കൻ ഗോ വിത്ത് ദാറ്റ്.
So Darshana, before we wind up, നമ്മുടെ ഡൽഹി ആസ്പിറന്റ് മലയാളീസിനോട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് Delhi is a wonderful place. Delhi as a place and Delhi University as a campus, both are wonderful. And നിങ്ങൾക്ക് അവിടെ വന്ന് പഠിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ. And dream big and be willing to act on it also. That is my message to everyone. So I think you have a lot of opportunities that Delhi can offer. അതെല്ലാം ഒരു സ്പോഞ്ച് പോലെ നമ്മൾ ഇങ്ങനെ ഊറ്റിയെടുക്കണം. That is my message. Yeah. It was lovely having you. Thank you so much for giving your time to us. Appam ellarum marakade do check out the YouTube channel. You can understand a lot of things from there. So Darshana, thank you so much for joining me, and it was really nice talking to you. Thank you. It was nice talking to you. Bye. Bye. Bye.